ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ. അപ്പോൾ ഇതാ കടപ്പുറത്ത് വന്നതാണ് ഞാനും എബിയും. എബി എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ മോനാണ്. അപ്പോൾ കടപ്പുറത്ത് അവൻ്റെ വീട്ടിൽ വന്നേരം ഒന്ന് കടൽ കാണാൻ വന്ന സിത്തു വീട്ടിലുള്ളത്. അപ്പം ഞാനും എബിയുള്ളതാ മഞ്ചി പോവുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നല്ല കുറേ പാറക്കല്ലുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ ഞാൻ എബീനോട് പറഞ്ഞു നമ്മളൊന്ന് കടപ്പുറം പോകാമെന്ന്. അപ്പോൾ എബി പറഞ്ഞാൽ പോകാമെന്ന്. അപ്പോൾ എബീനെയും കൂട്ടി ആ കടലിൻ്റെ ആ സ്വരം തന്നെ അടിക്കുന്ന ഈ ഒരു സ്വരമില്ല, കേൾക്കാൻ എന്ത് രസമാണെന്ന്. കടപ്പുറത്തുനിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എബി ഇങ്ങനെ എന്തോ ഞണ്ടിനെ കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെ പിടിക്കും നോക്കിയാൽ പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പം നമ്മളെ കടപ്പുറത്ത് വന്ന് കടപ്പുറം ആസ്വദിക്കുക. കളിക്കേണ്ട പ്രായത്തിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വരുന്ന സമയത്ത് അയനിക്കാട് വരുന്ന സമയത്ത് കുറേ കടപ്പുറത്ത് വന്ന് കുത്തിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആ മീൻ പിടിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിക്ക്, ചെറുപ്പത്തിലും ഞാൻ കണ്ടിക്ക്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റിയ ഏറ്റവും കൂടുതൽ മദ്യക്കുപ്പികൾ, മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ സാധനങ്ങൾ, പിന്നെ പ്ലാസ്റ്റിക്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾ, ഇതൊന്നും വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് തിരിച്ചു പോകുന്നേരോ അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ളൊരു മനസ്സും കൂടിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും നന്നാവും, നമ്മുടെ കടലും നല്ല സുരക്ഷിതം. ഇതൊക്കെ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മീൻ അവർ പിടിക്കും, അത് നമ്മൾ കഴിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ആർക്കാണ്? ഞങ്ങളിപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കവർ തന്നെ വെള്ളത്തിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ കരയിലേക്ക് പൊറുക്കിയിട്ട്. അപ്പോൾ ദയവായി കടൽ കാണാൻ പോകുന്നവർ മദ്യക്കുപ്പികൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും കൊണ്ടുവരാണ്ട് വരിക. അപ്പോൾ ഒരു കാക്കച്ചനുണ്ട് ഇവിടുന്ന്, എന്തോ മീൻ പിടിക്കുകയാണ്. കുറേ ആയി കാക്കേനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതാ ഞങ്ങളിതാ എബി കയ്യേകാൻ പോകുന്നുണ്ട്. എബിയാ റിട്ടേൺ പോവാ. എബി കയ്യ് കഴിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്.